കാരണം നമ്മുടെ എ സി ഫിറ്റ് ചെയ്യാൻ വന്നു കേട്ടോ. അവർ 3-4 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ അവർ ഇന്ന് വന്നു. ശരിക്കും അവർ തിങ്കളാഴ്ച വരുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ആത്മാർത്ഥമായിട്ട് നമുക്ക് അവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ജോലിക്കാർ ബ്ലൂ സ്റ്റാറിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ബാക്കിയും കൂടി ഇട്ട് കാണിച്ചു തരാവേ. പഴയ എ സി അഴിച്ചു. പറഞ്ഞല്ലേ, പഴയ എ സി അറിയത്തില്ലാത്ത രണ്ട് ചെറുക്കന്മാർ വന്നിട്ട് അത് കംപ്ലൈൻ്റ് ആക്കി. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എ സിയാണ്, അത് കംപ്ലൈൻ്റ് ആക്കി കളഞ്ഞു. അതുകൊണ്ട് അത് വർക്ക് ചെയ്യണില്ല. പുതിയ എ സി പിടിപ്പിക്കുന്നു. ഇതാണിപ്പം നമ്മുടെ പുതിയ എ സി ബ്ലൂ സ്റ്റാർ. ഇതാണ് പുതിയ എ സി. ഇത് പഴയ എ സി. 3 സ്റ്റാറാണത്. ഇത് 5 സ്റ്റാറാണ്. ഇത് പഴയ ഗോദ്രേജിൻ്റെ പഴയ എ സി. നല്ല എ സി ആയിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന. അവർക്ക് അറിയത്തില്ലാതെ അവരെന്തൊക്കെയോ അതിൽ വന്ന് ചെയ്ത വർക്ക് 2 ദിവസം വർക്ക് ചെയ്തു. പിന്നെ അത് വർക്ക് ചെയ്യാണ്ട് വന്നു. അത് മാറ്റി ഇപ്പം നമ്മളിത് വാങ്ങിച്ചു. ബ്ലൂ സ്റ്റാർ കമ്പനി. ഈ വെള്ളയെ പിടിച്ചാൽ മതിയോ? ഈ വെള്ളയെ പിടിച്ചാൽ മതിയോ? എൻ്റെ മുന്നേ ഇത് ഞാൻ പിടിച്ചാൽ പൊങ്ങില്ല. ഇവിടെ ഞാൻ തള്ളി വയ്ക്കാം. അയ്യോ, ഇടയ്ക്ക് അവിടെ വയ്ക്കാൻ പറ്റുമോ? പേപ്പർ സൈൻ ചെയ്ത് തരാം. ഏത് പേപ്പറിലാ? അങ്ങനെ നമ്മുടെ എ സി പുതിയതെത്തി. ഹാപ്പിയായി. നമ്മളിത് വാങ്ങിച്ചത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. നമ്മുടെ എ സി ഒരെണ്ണം ഉണ്ട്, പക്ഷെ അതിന് തണുപ്പ് കുറവാണ്. അപ്പം ഞാനൊരു 2 പയ്യന്മാരെ വിളിച്ചതൊന്ന് കംപ്ലൈൻ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അവർ വന്നത് കുളമാക്കി തന്നു. നമുക്കിട്ട് പണി തന്നു അവന്മാർ വന്നിട്ട്. എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അവർ എന്തൊക്കെയോ ചെയ്തത്. അതിൻ്റെ തണുപ്പ് കുറവാണെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവരത് നമുക്കിട്ട് നല്ല ഒന്നാന്തരം പണി തന്നു. അവരത് എന്തൊക്കെയോ ചെയ്തു. വെള്ളം ഒഴിച്ച് അതിലെന്തോ പ്രശ്നമാക്കി കളഞ്ഞു. ലാസ്റ്റ് ഇപ്പം അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത രീതിയിൽ നമ്മളത് ആക്കിക്കൊണ്ടിരിക്കും ഇപ്പം. അപ്പം അത് നന്നാക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടേ ആ വെള്ളം അതിൻ്റെ അകത്ത് കയറി കിടക്കുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഒരു കഴുകിയത് ശരിയായില്ല. അപ്പം നമ്മളതുകൊണ്ട് പുതിയൊരു എ സി മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടുണ്ട് മുകളിൽ. അതുകൊണ്ട് നമ്മൾ ആ എ സി ഒരെണ്ണം പുതിയത് മേടിച്ചത് ബ്ലൂ സ്റ്റാറാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഫിറ്റ് ചെയ്യാൻ 3-4 ഡേയ്സിനുള്ളിൽ ഫിറ്റ് ചെയ്യാൻ വരുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്തായാലും എന്നത്തേക്കാണ് വരിക എന്നറിയത്തില്ല. ഇത് കണ്ട ബ്ലൂ സ്റ്റാർ നമ്മൾ സെറ്റപ്പ് ബോക്സും മേടിച്ച് എന്താണെന്നറിയാമോ, ചിലപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ വേരിയേഷൻ വരുവേ. അതുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചു. ഇനി പഴയ എ സി നമ്മൾ അഴിച്ചു കൊണ്ടുപോയിട്ട് വെച്ചു. അതിന് എന്താ കംപ്ലൈൻ്റ് എന്ന് ഇവർ തന്നെ ബ്ലൂ സ്റ്റാറുകാർ തന്നെ നോക്കിയിട്ട് ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ അവർ തന്നെ അത് ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ അത് അവർ വിൽക്കാൻ പറഞ്ഞു. വലിയ റേറ്റൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞു.
എന്നാലും വേണ്ടില്ല, മറ്റേ റൂമിൽ നമുക്ക് എ സി ഇല്ല. അപ്പം അതിൽ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. ഇപ്പൊ വേണോ? ഇല്ലേ ഇത് പണ്ടത്തെ ഇവിടെ അടുത്ത ഇലക്ട്രിക് കടയിലുണ്ടോ? നമ്മുടെ അവിടെ നിങ്ങളുടെ ഇല്ലേ? നിങ്ങളുടെ ഉണ്ടെങ്കിൽ വെച്ചോ, നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ചോദിക്കൂല. പറയൂ. അയ്യോ, ഫോട്ടോ ഒന്ന്. നമസ്കാരം, വ്ലോഗ് 2യിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നലെ പോയിട്ട് പെരുമ്പാവൂരുള്ള മൈജിയിൽ പോയിട്ടേ നമ്മളൊരു എ സി, ഓണമല്ലേ, ഒരു 1.5 ടണ്ണിൻ്റെ ബ്ലൂ സ്റ്റാർ എ സി നമ്മൾ പൈസ അടച്ച് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്നു. ഇതാണ് എ സി. ഇത് അതിൻ്റെ സെറ്റപ്പ് ബോക്സ് ഇതാണ് പുറകിൽ വയ്ക്കുന്ന സംഭവം.